സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഞായറാഴ്ച കൊണ്ട് നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോയി ഗൈസ്. പള്ളിയിൽ പോയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ വണക്കത്തിൽ വന്ന് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഗോൾഡ് കളറിന്റെ ചെറിയൊരു ഗ്ലാസ്സിലേക്കാണ് ഗൈസ് ചായ ഇടുന്നത്. ഒരു വെറൈറ്റി രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അവിടുന്ന് ചായ കുടിച്ച ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ പിന്നെ വൈകുന്നേരം സൈക്ലിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇത് നമ്മുടെ മുംബൈയിലെ ലാസ്റ്റ് സൈക്ലിംഗ് ആട്ടോ. നമ്മൾ പോകുന്നതിന്റെ തലേദിവസത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സൈക്ലിംഗ് ആണ് ഗൈസ്. അങ്ങനെ സൈക്ലിംഗ് പോകാനായിട്ട് നമ്മളൊരു ഡെസ്റ്റിനേഷനൊക്കെ വെച്ച് ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനൊക്കെയാണ് ഗൈസ് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളിങ്ങനെ ചവിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം ചവിട്ടി കേസ്, കുറേ വഴിതെറ്റിയൊക്കെ എവിടെയൊക്കെ പോയി കേസ്. പിന്നെ നമ്മൾ ചവിട്ടി മടുത്ത് നമ്മൾ വെള്ളവും കുടിച്ചു, കരിമ്പൂസും കുടിച്ചു. അങ്ങനെ കുറച്ച് റിഫ്രഷ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെയും പോയി കേസ്. ഇവിടെ നമുക്ക് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആയിരുന്നു കേസ്. എപ്പോഴും നമ്മൾ സൈക്ലിങ്ങിന് ഒത്തിരി പ്രാവശ്യം പോകാറുണ്ട്. നമുക്കൊരു രസം, ഒരു ഹരമായിരുന്നു ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും കേസ്. ഒത്തിരി ചവിട്ടി മടുത്ത് നമ്മളങ്ങനെ കുറേ നേരം ചവിട്ടി കേസ്. പിന്നെ മടുത്ത് നിർത്തിയപ്പോഴാണ് നമ്മൾ ആ ഒരു ഫ്രണ്ടിലൂടെ ഒരു കാഴ്ച കണ്ടത് കേസ്. അവിടെ എന്താണ് നമ്മൾ ആ കാണുന്നത്? അയ്യോ, അങ്ങനൊന്നും കാണാനേ പാടില്ല. പിന്നെ കുറേ കയറി കൊണ്ട് ചവിട്ടി മടുത്ത് നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി ഗൈസ്. പിന്നെ ജ്യൂസും കുടിച്ച് നമ്മൾ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ അവിടെ നിന്ന് ഗൈസ്. നിങ്ങൾ ആ ഫ്രണ്ടിൽ കാണുന്ന മല കണ്ടോ ഗൈസ്? ആ മലയും കാടും ആ ഒരു സ്ഥലത്താണ് നമ്മൾ പോകാനായിട്ട് വെച്ചിരുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ പോകുന്നതാണ് ഗൈസ്. നമ്മൾ അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ പോയതാണ്. പക്ഷെ അവർ പറഞ്ഞു ഇത് നിങ്ങൾ കയറി ഇറങ്ങുമ്പോൾ സന്ധ്യയാവും. പിന്നെ നമ്മളതിൽ പോകാനായിട്ട് പിന്നെ നമ്മൾ കയറാനായിട്ടൊന്ന് മടിച്ചു ഗൈസ്. പിന്നെ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വേറെ ഒരു ഡെസ്റ്റിനേഷൻ പിടിച്ചു. പിന്നെ നമ്മുടെ റൂട്ട് മാപ്പ് ഏതൊക്കെയോ ചേരിയുടെ അകത്തൂടെ ചെറിയ വഴികളാണ് ഗൈസ് പോയത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ പോയാണ് ഗൈസ് അവിടെ എത്തിപ്പെട്ടു. ഗൈസിന്റെ പുറത്ത് കണ്ടു ഗൈസ്, നല്ല വണ്ടർല പോലെയൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ടെന്ന് ഓർത്ത് അകത്ത് പോയതാ ഗൈസ്. പക്ഷെ അകത്തൊന്നുമില്ല ഗൈസ്. ഒരു വൃത്തികെട്ട പായലും ഇതൊക്കെ ഉള്ള ഒരു ലേക്ക് ഗൈസ്. ഒരു മണമൊക്കെ പിടിച്ച് ഒന്നുമില്ല ഗൈസ്. വേറെ ഒന്നുമില്ലായിരുന്നു. എന്തിനാ ഇവിടെ വരെ വന്നതായി. പിന്നെ നമ്മൾ വന്നതല്ലെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗൈസ്. ഈ ഒരു പാർക്കിന്റെ പേര് ബട്ടർഫ്ലൈ പാർക്ക് എന്നാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ജോൺസൺസ് പാർക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഏതോ കാണിച്ചു ഗൈസ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ഡെസ്റ്റിനേഷൻ പക്ഷെ അങ്ങോട്ട് പോയി ഗൈസ്. പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് കണ്ടോ ഗൈസ്. നമ്മൾ ഈ ദാബയിലെ കൊടയൊക്കെ വെക്കത്തില്ല ഗൈസ്, അതുപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ കൊടയൊക്കെ വെച്ച് ചെറിയൊരു പെട്രോൾ പമ്പ് ഗൈസ്. സ്ഥലമേ ഇല്ല ഗൈസ്. ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് പോലും ഒരു കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തില്ല ഗൈസ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ പാർക്കിലെത്തി. ഇത് പിള്ളേർക്ക് കളിക്കുന്ന ജോൺസൺസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചില്ല ഗൈസ്. ഇത് പിള്ളേർക്ക് കളിക്കുന്ന പാർക്കായിരുന്നു. നമ്മൾ പിന്നെ അവിടെ കുറേ നേരം നിന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറേ പാനിപ്പൂരി എന്താണ്ടൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ പോയി ഗൈസ്. പോകുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഗൈസ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ട്രാഫിക്. എൻ്റെ അമ്മോ, ഒന്നാതെ മടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് കൂടെ ആയപ്പോഴത്തേക്ക് ചത്തുപോയി ഗൈസ്. പിന്നെ അത് ഈ ഒരു ഫ്ലൈ ഓവർ കണ്ട ഗൈസ്, എന്ത് രസമാണെന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഇത് കണ്ടിട്ട്. ഫുള്ള് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒരു വേറെ രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ രാത്രിയായി ഗൈസ്. രാത്രിയായി കഴിഞ്ഞ് മടുത്തു. പിന്നെ നമ്മൾ സൈക്കിളൊക്കെ എടുത്ത് വെച്ച് കഴുകി ഗൈസ്. അങ്ങനെ അപ്പോൾ നമുക്കിനി അടുത്തൊരു കിടക്കാച്ചി വേണ്ടി നാളെ കാണാം. അപ്പോൾ അതായിരിക്കും ബൈ.